നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിൽ ഇതുവരെ തോൽവി എന്തെന്നറിയാത്ത ഏക ടീം FC ഗോവ മാത്രമാണെങ്കിൽ പരിശീലകൻ മാനലോയ്ക്ക് നന്നായി തന്നെ അറിയാം ഇത് ഫുട്ബോളാണ്, തൊട്ടടുത്തോ അല്ലെങ്കിൽ അല്പം വൈകിയോ തന്നെ തോൽവി കാത്തിരിക്കുന്നുണ്ട് എന്നത്. പരിചയസമ്പന്നനായ മാനലോ തന്നെ ഇത് പറയുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ അതിൻ്റെ 10ാം സീസണിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കഴിഞ്ഞ 9 സീസണുകളിലും തോൽവി അറിയാത്തവരായി ഒരു ടീം ലീഗ് ഘട്ടം പൂർത്തിയാക്കിയതായി ഒരു ചരിത്രം ഇന്ത്യൻ സൂപ്പർ ലീഗിനില്ല എന്നതും വസ്തുതയാണ്. നിലവിൽ പട്ടികയിലെ 1ാം സ്ഥാനക്കാരായ AFC കപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം സൂപ്പർ കപ്പ് ഫൈനലും കൂടി കളിച്ചെത്തുന്ന ഏറ്റവും മികച്ച ഫോമിൽ തന്നെയുള്ള ഒഡീഷ FCയെ നേരിടുമ്പോൾ മാനലോ എന്ന പരിശീലകനറിയാം ഏറ്റവും കടുപ്പമേറിയ മത്സരമാവും ഇതെന്ന്. ഫുട്ബോളാണ്, 11 മത്സരങ്ങൾ ഇനിയും കളിക്കാനുണ്ട്, തോൽവി എന്നത് തൊട്ടടുത്ത് തന്നെയുണ്ട് എന്നത് ഓർക്കുക. എന്നാൽ വിജയിച്ച് മുന്നേറുന്ന ഒരു ടീമിന് മുന്നിലേക്കെത്തുന്ന തോൽവിയിലല്ല കാര്യം, ആ തോൽവിയോട് ടീം എങ്ങനെ പ്രതികരിക്കും എന്നതാണ് കാര്യങ്ങൾ നിശ്ചയിക്കുക എന്ന് FC ഗോവൻ പരിശീലകൻ മാനലോ തന്നെ പറയുന്നു. സീസണിൽ ഇതുവരെ 27 ഗോളുകൾ അടിച്ചുകൂട്ടിയ ഒഡീഷ FCയുടെ മുന്നേറ്റ നിര കരുത്തുറ്റതെങ്കിൽ FC ഗോവയുടെ കരുത്ത് പ്രതിരോധത്തിലാണ്. 11 മത്സരങ്ങളിൽ 7 ക്ലീൻ ഷീറ്റോടെയാണ് FC ഗോവ ഇത്തവണ മുന്നേറുന്നത്. സന്ദേശ് ജിങ്ങിൻ്റെ പരിക്ക് വലിയ ക്ഷീണമാവുമെങ്കിലും മികച്ച ഓപ്ഷനുകൾ തനിക്കുണ്ടെന്ന് തന്നെയാണ് മാനലോ മാർക്കസ് വിശ്വസിക്കുന്നത്. നാരായൺ ദാസ് അത് കാണിച്ചു തന്നു കഴിഞ്ഞുവെന്നും കൂടാതെ കാൾമക്യുവും ജയ്ഗുപ്തയും നിംഡോർജിയും ഇങ്ങനെ ഒന്നിലധികം ഓപ്ഷനുകളും തനിക്കുണ്ടെന്നും മാനലോ പറയുമ്പോൾ പതിയെ ഫോമിലേക്കെത്തുന്ന കാർലോസ് മാർട്ടീനസിൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി ടീമിന് കൂടുതൽ കരുത്തു പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.